ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഷിൻഷാൻ വിളിക്കാൻ പറഞ്ഞു. എന്താ പോലീസ് സ്റ്റേഷനൊക്കെ എന്തിനാ പോകാണ്ടേനു. അപ്പോൾ ഷിൻഷ നമ്മൾ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഷിൻഷാനൊന്ന് വിളിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഷിൻഷാനെ വിളിച്ചു നോക്കാനുള്ള ടൈം ആക്കണം. അപ്പോൾ നമുക്ക് ഫോൺ എടുത്തൊന്ന് ഷിൻഷാനെ വിളിച്ചു നോക്കാം. അപ്പോൾ ഹലോ ഷിൻഷാനെ, നീ എന്ത് വിളിക്കാൻ പറഞ്ഞേ? അതാടെ ഷിൻഷാനെ, ഞാൻ മറന്നിരിക്കുമായിരുന്നു. നീ പറഞ്ഞത് നന്നായി. ഇന്നെന്താ പണി വെച്ചിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഓക്കേടെ ഷിൻഷാനെ, താങ്ക് യു കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഷിൻഷാനെ പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ ഗൈസ് നമുക്കിത് ഉള്ളത്. നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് കാറിൻ്റെയും ബൈക്കിൻ്റെ സ്കൂട്ടറിനും നമുക്ക് എടുക്കാണ്ട് കേട്ടോ. നമ്മൾ ഏതെടുത്തിട്ട് നമ്മൾ ലൈസൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ കാർ ഓട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ സൈഡിൽ തന്നെ പോലീസ് സ്റ്റേഷൻ. നമുക്ക് തിരിഞ്ഞും പറഞ്ഞൊക്കെ പോകാട്ടോ. അല്ലെങ്കിൽ പോലീസ് നമ്മൾ കാർ ഓട്ടണം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ വരും. 3 ആഴ്ച ജയിലിൽ അടക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോലീസൊന്നും കാണാതെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയെങ്കിലും എത്താൻ പറ്റുമെന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ കേസ്. അപ്പം പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാം. അപ്പോൾ നമ്മളവിടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്താനേക്കണേ. ഒരു ലംബോർഗിനി ഇതൊക്കെ നമ്മളേക്ക് 3 ഉണ്ട്. അവൻ്റെ ഒരു ലംബോർഗിനിട്ട് അവൻ്റെ ഒരു ചിലക്കലേ അവിടെ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിർത്തിക്കണം. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെയാണ് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് എങ്ങാനും കണ്ടാൽ നമുക്ക് ലൈസൻസ് ഇല്ലാത്തല്ല. പോലീസിൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് ഇത് റൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് പോലീസ് സ്റ്റേഷൻ ഉള്ളോട്ടൊന്ന് കയറി നോക്കാം. ഹലോ, ഡ്രൈവിംഗ് ടെസ്റ്റ് വന്നാണ്, ഫ്രാങ്ക്ലിനാണ്. ഫ്രാങ്ക്ലിനാ, ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടെ ബാക്കിലാണ്. ഇനി പോയി ചെയ്തോ. അവിടെ ഞങ്ങൾ ക്യാമറയിൽ നോക്കുന്നുണ്ട്. മതിയാൾക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ പോലീസ് ചേട്ടന്മാരെ, താങ്ക് യു. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് ബാക്കിലുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ കാറിൻ്റെ ബൈക്കിൻ്റെ നമുക്ക് അവിടെ ഉണ്ട് എന്നാണ് കേട്ടോ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ബാക്കിൽ. ഇവിടെ അങ്ങനെ 8ഉം 8ഉം നമുക്ക് കാണാം. അപ്പം നമുക്ക് ആദ്യം സ്കൂട്ടറിൻ്റെ എടുക്കാം കേട്ടോ. സ്കൂട്ടറിൻ്റെ 8 നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കി നോക്കാം. അപ്പോൾ 8നെ അങ്ങോട്ടൊന്ന് വിടാം. ഇതെന്താണ് സീന്? മതിയാൾക്ക് ഇവിടെ നിന്ന് തന്നെ ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാനിതാക്കാം? അത് ഈ സ്കൂട്ടറിന് സ്റ്റാറിങ് വെച്ചിട്ടാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ 8ലോട്ടൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇതെങ്ങനെ പറഞ്ഞാൽ വെച്ചാൽ ഇതിമൊന്നും തട്ടാതെ വേണം കയറാൻ എന്നാണ് കേട്ടോ നമ്മളോട് പറഞ്ഞിട്ട്. ഈ സൈഡിൽ നിന്ന് മതിലുമൊന്നും തട്ടാൻ പാടില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തട്ടാതെ 8 എടുക്കാം. 8 എടുക്കാൻ ഇവിടുത്തെ ഇങ്ങനെ തിരിച്ചാണ്. ബാക്ക് എടുത്താൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇവിടുത്തെ നമ്മളെ മൂൺലൈറ്റ് സിറ്റിത്തെ റൂള് പ്രകാരം ബാക്ക് എടുത്താൽ ഒന്നും കുഴപ്പമില്ല. നമുക്ക് തട്ടാതെ പോയാൽ മതി. അപ്പോൾ ഇവിടുത്തെ സ്കൂട്ടറിന് സ്റ്റാറിങ് കുറച്ച് ഇടങ്ങാറാണ്. അതുകൊണ്ടാണ് നമ്മൾ തട്ടാതെ പോയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 8 എടുത്ത് 8ൻ്റെ പകുതി കഴിഞ്ഞിട്ടോ. ഇതുവരെ തട്ടിയിട്ടില്ല. ഇനി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി തട്ടാനുള്ള ചാൻസ് എല്ലാം കുറയും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ പ്ലീസ് ഗൈസ്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ആകെ 2 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ എനിക്കുള്ളൂ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് 8 അപ്പോൾ നമ്മൾ 8 തീർത്തിക്കണം, 8 പാസ്സായിക്കണം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കാറാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ കാറിൻ്റെ അടുത്തോട്ടൊന്ന് പോകാം. അപ്പോൾ കാറിലോട്ടൊന്ന് നമുക്ക് കയറാം കേട്ടോ. അപ്പോൾ കാറിലോട്ട് നമ്മൾ കയറിക്കണം. അപ്പം നമുക്ക് കാറിൻ്റെ ഉള്ളോട്ട് കയറിക്കണം. അപ്പം നമുക്ക് കാറിലൊന്ന് പോകാം. കാറിൻ്റെ ഇൻറ്റീരിയർ വ്യൂ വേണ്ട കേട്ടോ ഗൈസ്. നമുക്ക് മറ്റേ വ്യൂ തന്നെ ആക്കിയാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, മതിയാൾക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻറ്റീരിയർ വ്യൂ ഒഴിവാക്കിയാലോ. അപ്പോൾ നമുക്ക് ബാക്ക് എടുക്കുമ്പോൾ ഇൻറ്റീരിയർ വ്യൂ ഒഴിവാക്കണം. അപ്പോൾ ഇൻറ്റീരിയർ വ്യൂ ഒന്ന് ഒഴിവാക്കാം. എന്നിട്ട് എച്ച് എടുക്കാം കേട്ടോ. നമുക്ക് എച്ച് എടുക്കാം. തട്ടിയില്ല. ബാക്ക് തട്ടിയില്ലല്ലോ. ഇല്ല അതൊക്കെ തട്ടിയില്ല. നമ്മൾ ഇവിടുത്തെ ഇത് കോൺക്രീറ്റ് മതിലാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചാണ്ട് നേരെ പോയിക്കാണ്ട് ഒന്നും കൂടി ബാക്ക് എടുത്ത് നേരെ പോയി ബാക്കിൽ തന്നെ വരാനാണ് കേട്ടോ നമ്മളോട് പറഞ്ഞിട്ട് അവർ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ബാക്ക് എടുക്കാവോ. തട്ടാതെ പോകട്ടെ ഗൈസ്. എന്നാലും നമുക്ക് ഫസ്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ. ഇല്ല നമുക്ക് നേരെ പോയിക്കാണ്ട് ബാക്ക് എടുത്ത് വരാം കേട്ടോ. ബാക്ക് എടുത്ത് അങ്ങനെ ഫ്രാങ്ക്ലിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞാണ്. ഇനി റോഡ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നല്ല, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടുമല്ലോ തോന്നുന്നുണ്ട്. നമുക്കൊന്ന് അവരോട് ചോദിച്ചു നോക്കാം. അപ്പം നമുക്ക് ഇവിടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ മതിൽ ചാടിയാണ്ട് തന്നെ പോലീസ് സ്റ്റേഷൻ കടക്കാം കേട്ടോ. അപ്പം നമുക്ക് അതാണ് സുഖം. അപ്പോൾ നമ്മൾ കുറച്ച് ടോപ്പാണെന്ന് പോലീസുകാർ അറിഞ്ഞോട്ടെ. അതിനിപ്പോൾ എന്താ നമുക്ക് ഓറ കൂടല്ല. ഇവിടുന്ന് ഓറ കുറഞ്ഞോ. പോലീസിൻ്റെ ആൾക്കാർക്ക് അത് നോക്കണതാ.
ഓ അപ്പം നമുക്ക് നേരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കത്തിച്ച് വിടാട്ടോ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട്. അപ്പം നമുക്ക് അവരെന്താ പറയുന്നതെന്നൊന്ന് പോയി നോക്കാം. ഓ ഇതെന്താണ് സീന് ഇവന്മാരെന്നാൽ. ഓ അപ്പം നമുക്ക് ഉള്ളിലോട്ട് ചോദിച്ചു നോക്കാം. ഹലോ എൻ്റെ ഇത് കഴിഞ്ഞു, അപ്പം എങ്ങനെയൊക്കെ ലൈസൻസൊക്കെ എങ്ങനെ കിട്ടും? ആ ഫ്രാങ്ക്ലിന, നിൻ്റെ ഡ്രൈവിംഗ് കുഴപ്പമില്ലായിരുന്നു. ലൈസൻസ് നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് റോഡ് ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സായി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് 2.5 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ലൈസൻസ് കിട്ടാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. ഓക്കെ പോലീസ് ചേട്ടാ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ വേഗം അങ്ങനെ ലൈസൻസ് ഒന്ന് ഒപ്പിച്ചാട്ടോ. നമുക്ക് ഇവിടെ താമസിക്കാൻ വേറെ വണ്ടിയൊന്നുമില്ല, അങ്ങനെയൊക്കെ വേണ്ടേ. ഓക്കെ ഓക്കെ. പ്ലസ് നമുക്കിനി ഏകദേശം ഒരു മാസമൊക്കെ പിടിക്കും കേട്ടോ നമുക്ക് ലൈസൻസ് കിട്ടാൻ. അപ്പം ഷിൻഷാനെ വിളിച്ചാൽ ഷിൻഷാനെ ലൈസൻസ് ഒക്കെ ശരിയായി. ഓ ഫ്രണ്ട് ചേട്ടാ ടോപ്പായിട്ടോ. ഓ ലൈസൻസ് ശരിയില്ല, ഇനി നമുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കേടാ ഷിൻഷാനെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലോട്ടൊക്കെ എന്നും വരണ്ട കേട്ടോ. എന്നും എൻ്റെ വീട്ടിൽ കഴിഞ്ഞ് താമസിക്കാം കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ താങ്ക് യു ബൈസ്. അപ്പോൾ നമ്മൾ ഷിൻഷാനോടൊക്കെ പറഞ്ഞു. ഷിൻഷാക്ക് ഭയങ്കര സന്തോഷമായിക്കണം കേട്ടോ. ഷിൻഷാക്ക് നല്ല സന്തോഷമായിക്കണം. അപ്പം നമുക്ക് നമ്മളെ വീട്ടിലോട്ടൊന്ന് നേരെ കത്തിച്ച് വിടാം കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ പോയിക്കണം നമ്മളെ ഫാമിലിനോടൊക്കെ പറയാണ്ട്. അപ്പോൾ ഗേസ് നമ്മൾ വീട് ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തന്നെയാണ്. അപ്പം നമ്മൾ വന്നപ്പോൾ നമ്മൾ കുറച്ച് കറങ്ങാണ് കേട്ടോ വന്ന പോലീസ് കാണാണ്ട് വെച്ചിട്ട്. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ വീട്ടിലോട്ട് വന്നപ്പോൾ നമ്മൾ സുഖമായിട്ട് കയറാം കേട്ടോ. കാരണം നമ്മൾ ടെസ്റ്റൊക്കെ പാസ്സായില്ല, ഇനി പോലീസുകാരെ നമുക്ക് പേടിക്കാനില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ സേഫ് ആയിക്കാണ്ട് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിക്കണം കേട്ടോ നമ്മൾ. അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഗേസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണം ഗേസ്. സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ല ഗേസ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഗേസ്. അപ്പം ഇനി ഈ അടുത്ത വീഡിയോ ഇനി വീണ്ടും കാണട്ടെ ഗേസ്. അപ്പോൾ ഗേസ് ബൈ.